ഈ മുതലാണ് നമ്മള് മൂന്നാറിന് പോണേ. അവിടെ ആ ഭാഗത്ത് മൊത്തം ആനകളാണ്. ഇവിടുന്ന് ലെഫ്റ്റ് വഴി കയറുമോ? അതായത് ഈ റൂട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ചെറിയൊരു പോക്കറ്റ് റോഡിൽ കൂടെ ഇത്രയും വലിയൊരു ബസ് പോയിക്കൊണ്ട് മൊത്തം ഘോര വനത്തിന്റെ ഉള്ളിലൂടെയാണ് പോണേ. പാറക്കെട്ടുകളും ആനപ്പെണ്ണ കിടക്കുന്നുണ്ട്. നമ്മളിപ്പോ ഈ പാലത്തിലെല്ലാവരും ഇറങ്ങിയിട്ട് പാലത്തിന്റെ അപ്പുറം നടക്കും. അതായത് ഒരു ബസ് വന്നു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ ഒതുക്കിയിട്ടാണോ വണ്ടി കുടിക്കാത്തേക്ക് ഇറക്കിയിട്ടു. ബസ്സും ഇപ്പുറ സൈഡ് കട്ടർ ചാടിച്ചു. വെള്ളച്ചാട്ടം ഉണ്ട്, അതുപോലെ തന്നെ ഇച്ചിരി അപകടമുള്ളതാണ്. സ്വന്തമായിട്ട് വെള്ളച്ചാട്ടമുള്ള സ്കൂള്, സ്വന്തമായിട്ട് വെള്ളച്ചാട്ടമുള്ള സ്കൂളുകാരുണ്ട് താമസം. 3-4 വീട്ടുകാരുണ്ടല്ലേ. എല്ലാവരും കാഴ്ചകളൊക്കെ കണ്ടിരിക്കണം. എല്ലാരും ഹാപ്പി. അത് തന്നെ. എങ്ങനെയുണ്ട്? ഏലത്തോട്ടത്തിന്റെ ഉള്ളിലൂടെയുള്ള യാത്രയാണ് കേട്ടോ. ഏലത്തോട്ടത്തിന്റെ ഉള്ളിലൂടെ മലയണ്ണാനെ കാണിച്ചു തരാം കേട്ടോ. മലയണ്ണ എല്ലാ വളവുകൾ വന്നു കയറുന്നു. നിൽക്കുന്നത് ഓറഞ്ച് ചെടിയാട്ടോ. ഇതൊക്കെ ഓറഞ്ച് കേട്ടോ. ബസ് ആകെ വരാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. വണ്ടി ഒരുപാട് നേരം റിവേഴ്സ് എടുത്തിട്ടോ. കുറെ നേരമായി. തോട്ടമുണ്ട്, ഓറഞ്ചും ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ഓറഞ്ച് ഈ കിടക്കുന്നുണ്ട്. നമുക്കൊന്ന് പറിച്ചു നോക്കാം. സത്യം കാണുന്നൊരു പാത വിട്ടിട്ട് വേറൊരു പാത, അത് പ്രത്യേകിച്ച് പ്രകൃതി രമണീയമായ ഒരു പാത പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് വന്നിരിക്കുന്ന ആൾക്കാരെ സംതൃപ്തരാവാം. വണ്ടി കയറാൻ വളരെ പ്രയാസം. സാഹസിക യാത്രകളാട്ടോ. ഹായ്, നമ്മുടെ ഒരു പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പോണത് മൂന്നാർ വരെ ഒന്ന് പാന്നോർത്ത് ഇറങ്ങിയത്. അപ്പൊ നമ്മൾ കോതമംഗലത്താണ് നിക്കണേ. അത് വെറുതെ ഒരു പോക്കല്ലാട്ടോ മൂന്നാർക്ക്. ഈ പുറകെ കിടക്കണ മുതലുണ്ടോ, നമ്മുടെ സ്വന്തം ആനവണ്ടി. ഈ മുതലാണ് നമ്മൾ മൂന്നാറിന് പോണേ. അത് ഈ വേറെ പ്രത്യേകതയുണ്ട്. ഇത് മൊത്തം വനത്തിന്റെ ഉള്ളിൽ കൂടെ യാത്ര ചെയ്യുന്ന ഒരു ട്രിപ്പാണിത്. അപ്പൊ എല്ലാവരും മിസ് ചെയ്യാണ്ട് ഈ വീഡിയോസ് ഫുള്ള് കാണണം. അതുകൂടാണ്ട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പ്രത്യേകം പറയണ ബെൽ ബട്ടണും അമർത്തണം. അപ്പൊ നമുക്ക് ഇതുള്ള വെറൈറ്റി വീഡിയോസ് നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. ഒരുപാട് വീഡിയോസ് ഇനിയും വരും. അപ്പൊ നമുക്ക് പുറകെ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ വീഡിയോന്റെ വണ്ടിയുടെ അകത്തേക്ക് കയറാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? വാ. നമ്മളങ്ങനെ ജൈത്രയാത്ര പോകട്ടെ വണ്ടിയില്. അപ്പൊ ഞങ്ങൾക്ക് സീറ്റ് ഫ്രണ്ടിൽ തന്നെ കേട്ടോ. ഫ്രണ്ട് ഡോറിന്റെ അടുത്ത് തന്നെയാണ്. നല്ല സൗണ്ടൊക്കെ ഉണ്ട്. കോതമംഗലത്ത് യാത്ര സ്റ്റാർട്ട് ചെയ്തു അല്ലേ? അത്യാവശ്യം വണ്ടി നിറയെ ആളുകളുണ്ട് കേട്ടോ. എല്ലാ സീറ്റും ഫുള്ളാണ്. ചെറ എവിടെട്ടാ? ആ വഴി പോയാലോ? ആ ഇതിപ്പോ തട്ടേക്കാട് എത്രയോ? 2 കിലോമീറ്റർ ഉണ്ട്. തട്ടേക്കാട് 2 കിലോമീറ്റർ ഉണ്ട്. ഏതാ മരങ്ങളുണ്ടാവൂലേ? ഒക്കെ വെട്ടിക്കളഞ്ഞല്ലേ? ഇത് തേക്കുള്ള അന്വേഷണം ഫുള്ള്. ഇത് അങ്ങോട്ട് ഫുള്ള് ഫോറസ്റ്റിന്റെ കീഴിൽ തന്നെയല്ലേ? തട്ടേക്കാട് പാലം വരുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ പ്രൈവറ്റ്. മാമലക്കണ്ട വരെ ഇവിടെ ആനശല്യം കാളിലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് പോയപ്പോ ആനശല്യം എന്തെങ്കിലുമൊക്കെ കണ്ടായിരുന്നോ? അല്ല, ആനയുടെ എന്തെങ്കിലും കണ്ടായിരുന്നോ? അതല്ലേ? എല്ലാ സ്ഥലത്തും. ഇവിടെയൊക്കെ വെള്ളം കയറണം അല്ലേ? അതെ, വള്ളാനം കിടക്കുന്നത്.
തട്ടേക്കാട് പാലം. പണ്ട് കാലത്ത് ഇവിടെ ചെങ്ങാടല്ലായിരുന്നു. ഞാൻ ചെങ്ങാടത്തിൽ കയറിയുണ്ട് പണ്ടോട്. ഇവിടെ ചെങ്ങാടത്തിൽ ചെങ്ങാടത്തിന്റെ പണ്ടത്തെ ചെങ്ങാടത്തിന്റെ ചാലല്ലേ. തട്ടേക്കാട് പക്ഷി സങ്കേതം എത്തി. സങ്കേതമാണ് തട്ടേക്കാട്. പക്ഷെ ഒന്നുമില്ല, കാണാനൊന്നുമില്ല. 40 പീസ് കിടക്കും. അതിനകത്ത് കിടക്കുന്നത് ഒരു കുരങ്ങും ഒരു മയിലും ഒരു കാട്ടുപോലും കുഞ്ഞുണ്ട്. വേറെ ഒന്നുമില്ല. രാജഗോപാല വരുന്നത് ഈ അമ്പലത്തിലേക്കാണ്. തട്ടേക്കാട് ആയില്യത്തിന്റെ അന്ന് രാജഗോപാല വരുന്നത് ഈ അമ്പലത്തിലേക്കാണ്. ആയില്യം തൊഴിൽ ശരിക്കും കാണാൻ പറ്റും. ഞാൻ മുന്നേ വന്നു. എന്തായാലും ഒരു 2 പ്രാവശ്യം അതിനകത്ത് ആ ദിവസം തന്നെ ഉണ്ടായിരുന്നു. അത് പോകില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒന്നും കാണാനും ഇല്ലല്ലോ. കാട്ടിലേക്ക് തുറന്നോട്ടു കാട്ടിലേക്ക് അവിടെ ആ ഭാഗത്ത് മൊത്തം മാനുകളായിരുന്നു. തീറ്റ കൊടുക്കാനൊന്നും ഇല്ലാതെ ആകെ നാശമായിരുന്നു. ഇവിടെ കെട്ടി ഈ ഭാഗത്ത് മൊത്തം മാനുകളായിരുന്നു. സംരക്ഷിക്കാൻ നല്ല രീതിയിൽ ചെയ്യാൻ ഭയങ്കര കാണുന്നുണ്ട്. മൊത്തം എല്ലാത്തിനും തുറന്നോട്ടു. വേറെ മാറ്റി വിടുന്നു. മാനുകള് പിന്നെ വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു? മ്ലാവ് ഒക്കെ മലമ്പാമ്പൊക്കെ ഉണ്ടായിരുന്നു. എല്ലാത്തിനും തുറന്നിട്ടില്ലേ? വേറെ സ്ഥലങ്ങളിലേക്ക് മാറ്റി. സ്ഥലങ്ങളിലേക്ക് മാറ്റി. ഇവിടെ തീറ്റ കൊടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നോട്ടം ശരിയല്ല. നോട്ടത്തിന്റെ കയറിയുള്ള സാധനങ്ങളാണ്. ഇതായിട്ടൊരു പ്രകൃതി രമണീയമായ സ്ഥലമാട്ടോ. ഇത് നമ്മൾ വന്ന് എന്തായാലും ഈ ഒരു ട്രിപ്പ് ഇങ്ങനെ എല്ലാവരും ഒന്ന് പ്ലാൻ ചെയ്ത് വരേണ്ട ആവശ്യമാണ്. അത്രയും നല്ലൊരു മനോഹരമായ സ്ഥലത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യണേ. ഇനിയിപ്പോ ഇവിടെ സാർമാർ തന്നെ പറഞ്ഞു, നമുക്കൊരു വണ്ടി ബസ് തന്നെ കഷ്ടി പോകുന്ന റോഡുകളിലൂടെയാണ് ഇനി യാത്ര ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ആരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ മൊത്തം കാണണേ. ഈ സൈഡിൽ ആന ഒന്നും നിൽക്കാറില്ലേ? ഈ സൈഡൊക്കെ ആന നിൽക്കുന്ന സ്ഥലം എന്നാട്ടാ പറയുന്നേ. നമുക്ക് ആനനെ കാണാൻ പറ്റുമെന്ന് നോക്കാം. അപ്പൊ ഞങ്ങള് കുട്ടമ്പുഴ എത്തി. കുട്ടമ്പുഴ ഒരു സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ടേ വെള്ളം എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ വാങ്ങിക്കോളാൻ പറഞ്ഞിങ്ങനെ നിർത്തിയുണ്ട്. ഡ്രൈവറും സ്റ്റേഷൻ മാസ്റ്ററും വണ്ടിക്കകത്തുണ്ട്. അവര് വളരെ സപ്പോർട്ടീവ് ആട്ടോ. എന്ത് കാര്യത്തിനും അവർ പറഞ്ഞാൽ വണ്ടി എവിടെ ഉള്ള എന്ത് എന്തെങ്കിലും കാണാനും ഒക്കെ നിർത്തി തരും. എല്ലാവരും കണ്ട് ഒരു നല്ലൊരു പിക്നിക്കായിട്ട് തന്നെ പോയിട്ട് വരാമെന്ന് പറഞ്ഞാണ് ഇരിക്കണേ. ക്ലാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലം കൂടി നമ്മൾ ക്ലാശ്ശേരി സ്ഥലം ക്രോസ് ചെയ്ത് പോന്നു. ഫുള്ള് ഫോറസ്റ്റിന്റെ ഉള്ളിലേക്കായിട്ട് തന്നെ നമ്മുടെ യാത്ര മൊത്തം. ഇവിടെ കാണാനല്ലേ? ഏതാ? ഇവിടുന്ന് ലെഫ്റ്റ് ഈ വഴി കയറുമോ? ഇത് വളരെ ചെറിയ റോഡാലോ. അതായത് ഓപ്പോസിറ്റ് വണ്ടി സൈഡിലൊക്കെ സ്ഥലമുണ്ടോ? അല്ല, ഓപ്പോസിറ്റ് വണ്ടി സ്ഥലമുണ്ടോ സൈഡിലൊക്കെ? സാറ് കോന്നത്ത് സ്റ്റേഷൻ മാസ്റ്റർ അല്ലേ? ആന കയറാണ്ട് ഫെൻസിംഗ് കിട്ടണല്ലേ? ഇത് സൈഡിൽ മൊത്തം ഫെൻസിങ് ആന. അതായത് ഈ റൂട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ചെറിയൊരു പോക്കറ്റ് റോഡിൽ കൂടെ ഇത്രയും വലിയൊരു ബസ് പോയിക്കൊണ്ടിരിക്കണേ. അതായത് ഓപ്പോസിറ്റ് ഒരു ബൈക്ക് വന്നാൽ പോലും സൈഡ് കൊടുക്കാനുള്ള സ്ഥലം ഇല്ല അതിന്. ശരിയാണോ കേട്ടോ? ഒരു ബൈക്ക് വന്ന സ്ഥലമുണ്ടോ സൈഡ് കൊടുക്കാൻ? ഒരു ബൈക്ക് അങ്ങനെ വന്നിട്ട് ബൈക്ക് അവിടെ ഒതുക്കി കഴിഞ്ഞു. ബൈക്ക് അവിടെ ഒതുക്കിയിട്ട് ഇവിടെ ഒരുപാട് ആളുകൾ കാണുന്നവരൊക്കെ കൈയൊക്കെ കാണിച്ച് വിടുന്നുണ്ട് കേട്ടോ. ഈ ബസ് റൂട്ട് 2ാമത്തെ ട്രിപ്പാണ് ഈ വണ്ടി പോകുന്നത്. ജംഗിൾ സവാരി. ഇത് കോൺക്രീറ്റ് ചെയ്ത റോഡാല്ലേ?
അടിമാലി മൂന്നാർ. സൈഡ് ഫുള്ള് ഫെൻസിങ് ഇട്ടെങ്ങനെയാ കേട്ടോ. ഇവിടെ ആനശല്യവും മറ്റു മൃഗങ്ങളുടെ ഭയങ്കര ശല്യം ഉള്ളതുകൊണ്ട് ഫുള്ള് ഫെൻസിങ് ഇട്ടെങ്ങനെയാണ് സൈഡിൽ. ഈ റൂട്ട് ആരും മിസ് ചെയ്യരുത്. നിവൃത്തിയുണ്ടെങ്കിൽ വരാൻ പറ്റുന്നവരെല്ലാവരും ഇവിടെ കൊതമംഗലത്ത് ഒന്ന് ബുക്ക് ചെയ്തിട്ട് ഈ റൂട്ടൊന്ന് യാത്ര ചെയ്യണം. അത് ട്രാൻസ്പോർട്ട് ബസ്സിൽ തന്നെ നമ്മുടെ സ്വന്തം ആനവണ്ടി തന്നെ ഒന്ന് യാത്ര ചെയ്യണം. ഇതൊരു പുതിയൊരു അനുഭവമാണ്, നല്ലൊരു അനുഭവമാണിത്. എന്നാലും തുടങ്ങിയപ്പോ തന്നെ നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റിൽ നിൽക്കുന്നത്. മൊത്തം ഘോര വനത്തിന്റെ ഉള്ളിലാണ് പോണേ. പാറക്കെട്ടുകളും ഇതൊക്കെയാണ്. ഘോര വനത്തിന്റെ ഉള്ളിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കണേ. ഇവിടെയൊക്കെ ആനപ്പിണ്ടം കിടക്കുന്നുണ്ട്. അതൊക്കെ ആനപ്പിണ്ടാ കിടക്കണേ. അവിടെ വണ്ടി നിർത്തിട്ട് പിള്ളേര് മൊബൈലില് ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാരും ഇറങ്ങിയിട്ട് അപ്പുറം പോയി നിൽക്കണേ. നമ്മളിപ്പോ ഈ പാലത്തിലെല്ലാവരും ഇറങ്ങിയിട്ട് പാലത്തിന്റെ അപ്പുറം നടക്കണം. നടന്ന് അപ്പുറം പോയി നിന്നിട്ടാണ് വണ്ടി വരുള്ളൂ. കാരണം പാടച്ച് ഡേഞ്ചർ ആയതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യണേ കേട്ടോ. അപ്പൊ എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിയിൽ നിന്ന് എല്ലാവരും ഇറങ്ങാണ്. അതൊരു രസമാണ്. എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ബസ്സിലെല്ലാവരും പുറത്തേക്ക് ഇറക്കി നടത്തിയിട്ട് ബസ് കാലുവണ്ടിയായിട്ടാണ് ഈ പാലം കയറുന്നത്. കാരണം പാലം കുറച്ച് ഡേഞ്ചറാണ്. പാലം കുറച്ച് ഡേഞ്ചർ ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നെ. ഡ്രൈവറായിട്ട് നല്ല സപ്പോർട്ടാണ്, നല്ല കമ്പനിയാണ് ഡ്രൈവറായിട്ട്. എന്തിനാ ഇവിടെ ഇറങ്ങിക്കണേ? ഇവിടെ ഇറങ്ങിക്കണേ? നിന്നെ ഇറക്കിട്ടോ വണ്ടിന്ന്? ബസ് വരുന്ന വരവാണോ വരുന്നത്? കഷ്ടപ്പെട്ട് പതുക്കെ പിടിച്ച് കേറി. കാരണം ചെറിയ റോഡ്, വലിയ കയറ്റാണ്. വലിയ കയറ്റവും ഒക്കെ കയറി വേണം ബസ്സിന് വരാൻ. വണ്ടി വരുന്നുണ്ടോ? ഇതൊരു പ്രത്യേക ഒരു അനുഭവമാണ്. എല്ലാവരും ഇത് മിസ് ചെയ്യാണ്ട് ഈ റൂട്ട് പോകാൻ പറ്റും. ഈ ട്രാൻസ്പോർട്ട് ബസ്സിന് തന്നെ കൊതമംഗലത്ത് വിളിച്ചു പറഞ്ഞ് ബുക്ക് ചെയ്തിട്ട് ഈ ബസ്സിന് തന്നെ പോകാൻ ശ്രമിക്കുക. അത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആണിത്. കുന്നും മലയും താണ്ടി നമ്മുടെ സ്വന്തം ആനവണ്ടി കയറ്റം കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് ഒരു വീൽപ്പാടുണ്ട്. അപ്പുറത്തായിരുന്നു ഒരു ബൈക്ക് കയറി വന്നു. ബൈക്ക് ഓണടിച്ച് ഒതുക്കാൻ പറഞ്ഞു. പക്ഷെ വീൽപ്പാടുള്ളൂ. വണ്ടി ബൈക്ക് അവിടെ കാറിലേക്ക് ഇറക്കി വെച്ചു. വേറൊരു ഓട്ടോറിക്ഷ ഇറക്കി വരുന്നുണ്ട്. ചേട്ടാ നിക്ക, ഞങ്ങൾ വരട്ടെ. ഞാൻ ഓട്ടോറിക്ഷ ഒരിക്കലും ഈ ബസ് തന്നെ കത്തിയാണ് കയറി പോണത്. ഇത് ആനപ്പിണ്ട കിടക്കുന്നത് നല്ല പച്ച പിണ്ടാട്ടോ. ഇന്നലത്തെ അതായത് ഒരു ബസ് വന്നു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ ഒതുക്കിയിട്ടാണോ വണ്ടി കുടിക്കാത്തേക്ക് ഇറക്കിയിട്ടു. ബസ്സും ഇപ്പുറ സൈഡ് കട്ടർ ചാടിച്ചിട്ട് വേണം റോട്ടിൽ നിന്ന് ഇറക്കിയിട്ട് വേണം കയറ്റി കൊണ്ടുപോകാൻ. കാരണം അത്രയും മാത്രം ഇതില്ലേ, വീതി അത്ര കുറവാണേ. ഇതൊരു മനോഹരമായ ഈ വഴിയിൽ ഇച്ചിരി വീതി കൂടുതലല്ല, ഒരു പാറപ്പുറമാണ്. പാറപ്പുറത്തുനിന്ന് കയറ്റി വണ്ടി ഒതുക്കുകയാണ്. ശരിക്കും മാമലക്കണ്ടം എത്തണുള്ളൂ. ഇവിടുന്ന് ഒരുപാട് ദൂരം ഉണ്ട് ഇനി മാമലക്കണ്ടത്തിന്. മൊത്തം വനത്തിന്റെ ഉള്ളിൽക്കൂടെ എന്താ രസോ. ഇവിടെ ഒരു ഏർമാടം കാണണ്ടോ? അയാളിപ്പോ ജസ്റ്റ് വണ്ടി നിർത്തിയിട്ട് എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് നിൽക്കാനൊരു സ്ഥലം, ഒരു വ്യൂ, നല്ലൊരു വ്യൂ ഉള്ളതുകൊണ്ട് ചുമ്മാ നിർത്തി അല്ല ഫോട്ടോ എടുക്കണ നിൽക്കാം എന്നൊക്കെ പറഞ്ഞ് നിർത്തിയതല്ല. എങ്ങനെയുണ്ട് പിങ്കി ട്രിപ്പ്?
അടിപൊളിയാണ്. നീ വീട്ടിലേക്കല്ലേ പിള്ളേർ തന്നെ ശരിയാക്കോ? അതിന്റെ പൊന്നൂസ് ചോദിക്കും അമ്മ അപ്പ എങ്ങോട്ടാ പോയറിനെ, ഈ വീഡിയോ ഇടുമ്പോ അവള് ചോദിക്കും എന്നെ കൊണ്ടുപോകാണ്ട് നിങ്ങൾ കറങ്ങാൻ പോയില്ലേന്ന് അവളായാലും പറയും. വീട്ടിൽ കേട്ടോ പറയാനുള്ള കൊച്ച്. ഇതാട്ടോ ഈ ബസ്സിൽ വന്ന എല്ലാ യാത്രക്കാരും. എല്ലാരും ഒന്നും കൂടെ നോക്കിയേ. ഈ മാമലക്കണ്ടത്തിൽ എത്ര കിലോമീറ്റർ ഉണ്ടാവൂട്ടാ? ചെറിയ വഴികളാട്ടോ ഫുള്ള്. ഇതിപ്പോ ഒരു പൈപ്പുകാരൻ നിൽക്കണോ? കാരണം അവിടെ വണ്ടി ഒതുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് വണ്ടി ചെറിയ വഴിയായതുകൊണ്ട് ബസ് ഒരുപാട് നേരം കയറ്റം കയറുന്നു. വലിയ കയറ്റങ്ങളും വനത്തിന്റെ ഉള്ളിലേക്കുള്ള റൈഡൊക്കെയാണ്. നല്ല അടിപൊളി ആട്ടോ സംഭവം. കയറി പോകുന്നത് കഴിഞ്ഞ ട്രിപ്പാണ് കയറ്റം കയറാണ്ടോന്നേ? കഴിഞ്ഞ ട്രിപ്പിൽ കയറ്റം കയറാണ്ടോന്നായിരുന്നു. കൂടെ പച്ച കയറ്റെന്നാ പറഞ്ഞു. കഴിഞ്ഞ ട്രിപ്പ് ചേട്ടനാണോ പോയിരുന്നേ? അല്ല അല്ലേ? ഇനി തൊട്ട് ചേട്ടനായിരിക്കും. ചേട്ടനായിരിക്കും ഇനിയുള്ള എല്ലാ ട്രിപ്പും പോണേ? നിങ്ങൾ രണ്ടുപേരുണ്ടാവും അല്ലേ? ചേട്ടന്റെ പേരെങ്ങനെയാ? കിഷോർ. വീട് ഇവിടെ അടുത്ത് തന്നെ? കോതകുളം തന്നെ. ശരിക്കും മാമലക്കണ്ടത്ത് കയറിയേക്കണത് എപ്പോഴാണ്? അപ്പുറത്തെ ജംഗ്ഷൻ മാമലക്കണ്ട അല്ലേ? ഇവിടെ ടോയ്ലറ്റ് പോകാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ടോയ്ലറ്റിൽ അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. അപ്പൊ അതിൽ പോകണമെന്നുള്ളവർക്കൊക്കെ അതിനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഒരു കടയിലാണെങ്കിലും എല്ലാം നിർത്തി സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പോലെ പഴം ഉണ്ടാകുന്ന പഴം പകുതി ആയിട്ടോ. എല്ലാവരും പഴമൊക്കെ മേടിച്ച് കഴിച്ചു. ഞാനും വാങ്ങിയുണ്ട് പഴം. ഒരാളോട് നിക്കുന്നുട്ടോ. എന്നാ വേണ്ടേ? പഴം മേടിച്ചോ? പിടിച്ചോ. വേറെ മേടിക്കണോ? ഇങ്ങനെ ചെറിയൊരു കടയിൽ, മാമലക്കണ്ടം ആണിത്. ഇവിടെ ചെറിയൊരു കടയിൽ വണ്ടി നിർത്തിയിട്ടിട്ട് നമ്മള് ഫുഡ് കഴിക്കാനും, ഫുഡൊന്നും അല്ല കേട്ടോ, ടോയ്ലറ്റ് വളരെ സൗകര്യത്തിന് വേണ്ടി നിർത്തിയിട്ടാണ്. അപ്പൊ ജസ്റ്റ് ഒരു ചായ കുടിക്കാനും ഒക്കെ ആയിട്ട് എല്ലാരും കയറി ചെറിയ കാലിച്ചായ കുടിക്കണം. ചേട്ടന്റെ വീട് ഇവിടെ തന്നെയാ? ഇവിടെ എവിടെ? അതല്ലേ? ചേട്ടൻ ഗൈഡല്ലാണോ? യൂട്യൂബറാണ് അല്ലേ? ഇവിടെ വാട്ടർഫോൾസ് ഉണ്ടല്ലേ? ഉരുളിക്കുഴി വാട്ടർഫോൾസ്. നമ്മള് ഇനി പോകുന്നത് ഉരുളിക്കുഴി വാട്ടർഫോൾസ് ആണ്. ഈ ഗ്രാമത്തിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു വൈദ്യുതിയുടെ പങ്ക് വഹിച്ച ഒരു ഗ്രാമമാണ്. അതായത് ഇവിടെ ഏകദേശം വൈദ്യുതി എത്തിയത് 2010 KSEBിയുടെ. അതിനു മുന്നേ ഇങ്ങോട്ടേക്ക് വൈദ്യുതി എത്താൻ കുറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതായത് രണ്ട് സൈഡിലും ഫോറസ്റ്റ് ആയതുകൊണ്ട് ഫോറസ്റ്റിന്റെ പെർമിഷനിലായിരുന്നു KSEBിയുടെ ലൈൻ വലിക്കാൻ വേണ്ടി. അപ്പോ 2000 കാലം തൊട്ട് 2010 വരെ സ്വന്തമായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന, ചെക്ക് ഡാം കെട്ടി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഉരുളിക്കുഴി വാട്ടർഫോൾസ്. അപ്പോൾ അതിനുശേഷം KSEBിയുടെ വൈദ്യുതി എത്തിയതിനു ശേഷം അതിന്റെ മെയിന്റനൻസ് കോസ്റ്റ് അധികമായതുകൊണ്ട് അത് പയ്യെ നിലച്ചു പോയിരുന്നു. അപ്പം അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, അതുപോലെ തന്നെ ഇച്ചിരി അപകടമുള്ളതാണ്. അപ്പൊ മുകളിൽ നിന്ന് കാണുക, അതിനുശേഷം തിരിച്ചു വരാം. അപ്പൊ അത് ഒരു 100 മീറ്റർ നമുക്ക് ഇതിയുടെ ഒരു വഴി നടന്നാലാണ് ആ ഒരു അങ്ങോട്ടേക്ക് എത്തത്തുള്ളൂ. ഓക്കെ. ഉരുളിക്കുഴി വെള്ളച്ചാട്ടം നമുക്കൊന്ന് കാണാം. ഡിസ്പെൻസറി, ആയുർവേദ ഡിസ്പെൻസറി ആണത്. ഉരുളക്കുഴി വാട്ടർഫോൾസിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുക. പിങ്കി ചേട്ടാ, ഇത് ശരിക്കും ഇവിടെ കറണ്ട് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന അതിന്റെ പൈപ്പ് ലൈനാണ് ഈ പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഈ പൈപ്പ് ലൈനാ? ഈ പൈപ്പ് ലൈൻ ഇങ്ങനെ പോയി ആ മലയുടെ അങ്ങേ സൈഡിൽ കൊണ്ടുവന്ന് കറക്കി ടർബൈൻ വെച്ച് കറക്കിക്കൊണ്ടായിരുന്നു. ഇത് ചെക്ക് ഡാം ആയിരുന്നു. എവിടെ? ഈ കാണുന്നത് കളഞ്ഞാണ്. അതായത് ഇവിടെ ഭയങ്കരമായിട്ട് വെള്ളം പൊങ്ങും മഴക്കാലത്ത്. അങ്ങനെ വന്നപ്പോ ബുദ്ധിമുട്ടായതുകൊണ്ട് മുന്നേ പൊട്ടിച്ചു കളഞ്ഞാണ്. അതിനു മുമ്പ് ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചോണ്ടിരുന്നതാണ് 2010 വരെ. 2010 വരെ ഉള്ളൂ. അതുവരെ അത് കഴിഞ്ഞിട്ട് KSEBിയുടെ കറണ്ട് വന്നു. 250 വീട്ടുകാർക്ക് ഈ ഇതിൽ നിന്നുള്ള വൈദ്യുതിയാണ് ഉപയോഗിച്ചോണ്ടിരുന്നത്. ഇത് ശരിക്കും വെള്ളം എങ്ങനെ ഒഴുകിപ്പോയി? അത്ര പോയൻകുട്ടിയിട്ട് ഈ വെള്ളം താഴെ വേറെ എന്തെങ്കിലും കാണാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? വലിയ വെള്ളച്ചാട്ടം ഇതിന്റെ താഴെ നമുക്കത് കാണാൻ പറ്റില്ല. നമുക്കത് കാണണമെങ്കിൽ ഇങ്ങനെ വന്നാൽ പറ്റില്ല. 2 ദിവസം സ്റ്റേ മാമലക്കണ്ട ശരിക്കും ഈ മലയുടെ മുകളിലൊക്കെ ഓഫ് റോഡ് ഉണ്ട്, പരിപാടിയൊക്കെ ഉണ്ട്.
പിന്നെ ഹോം സ്റ്റേ പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് നിങ്ങൾ വന്നു നിന്നാൽ മാത്രം അത് പെട്ടെന്ന് നടക്കില്ല. 4x4 ജീപ്പും കൊണ്ടൊക്കെ പോയി മലയുടെ മല അങ്ങനെ കാണാനേ പറ്റുള്ളൂ. അതുപോലെ ഇതിന്റെ ഒരു അരമണിക്കൂർ നടന്ന ഒരു മുനിയറയുണ്ട്. മുനിയറ അവിടെ നിന്ന് മലക്കപ്പാറ വരെയുള്ള വീടാണ്. റിസോർട്ട് പോലെ പണിതാ, പണി നടക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ മലക്കപ്പാറ വരെയുള്ള വ്യൂ പോയിന്റ് ഉണ്ട്. ആ മുനിയറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇതിന്റെ അപ്പുറം. അതൊരു ഒറ്റയൊരു മുനിയറേ ഉള്ളൂ. ഒന്നുള്ളൂ. അടിപൊളി സ്ഥലങ്ങളാട്ടോ. പിങ്കി എങ്ങനെയുണ്ട്? വന്നതൊട്ടും വെറുതെ ആയിട്ടില്ല. അടിപൊളി സംഭവം. 550 രൂപ മുതലായോ? മുതലായോന്നോ? ഇനി കിടക്ക കാണാൻ ഇതിലെന്നല്ലേ ഇത് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഇത് അംഗം തുടങ്ങിയിട്ടുള്ളൂ. കാരണം അത്ര ഇതാന്നാണ് ഇവിടെ ഉള്ളവർ പറയണത്. ഇനി ഈ റൂട്ട് പോയി കഴിഞ്ഞ വഴി ഇതിലും നമ്മൾ ഇപ്പൊ തന്നെ വന്നത് ഭയങ്കര ദുർഘടം പിടിച്ച വഴിയിലാ. പറഞ്ഞു. പക്ഷെ നമുക്ക് ഈ ഒരു ട്രിപ്പിൽ അത് ചെയ്യാൻ പറ്റില്ല. അത് തന്നെ. അപ്പൊ ഇനി പോണ വഴികൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഇടുങ്ങിയ വഴികളിലൂടെ ഇനി പോകുന്നത്. ഈ വെള്ളം ഇടമലയാറിലേക്കാണ് ചെല്ലുന്നത്. ഈ വെള്ളം ഇടമലയാറ് ചെന്ന് ചാടും അല്ലെ? ഈ വെള്ളം ഇടമലയാറ് ചെന്ന് ചാടും. അപ്പൊ ഇനിയിപ്പോ അങ്ങനെ കയറുമായിരിക്കും അല്ലേ? പോകോ. അപ്പൊ നമുക്കത് നമ്മുടെ സാറ് ബിസിലടിച്ചുണ്ട് കയറി പോവാൻ വേണ്ടി. അപ്പൊ അങ്ങോട്ട് പോവാം. സാറ് എവിടെയാ പോണേന്ന്? സ്വന്തമായിട്ട് വെള്ളച്ചാട്ടമുള്ള സ്കൂള്. സ്വന്തമായിട്ട് വെള്ളച്ചാട്ടമുള്ള സ്കൂളോ? ഈ മാമലക്കണ്ടത്ത്? ഇതാണോ മാമലക്കണ്ടം മല? ഇവിടെ സാറുമാര് പറഞ്ഞത് അടുത്ത് സ്വന്തമായിട്ട് വെള്ളച്ചാട്ടമുള്ള സ്കൂളുണ്ടെന്നാ പറഞ്ഞത്. മാമലക്കണ്ടത്ത് മാമലക്കണ്ട സ്കൂള്. PSCയിൽ അതിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടെന്നല്ലേ സാറേ? PSCയിൽ അതിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടോ? വെള്ളച്ചാട്ടമുള്ള സ്കൂള്. സ്വന്തമായിട്ട് വെള്ളച്ചാട്ടമുള്ള കേരളത്തിലെ സ്കൂളൊന്നുണ്ടോ? അല്ല ഇന്ത്യയിലെ സ്കൂളാ? കേരളത്തിലെ ഏക സ്കൂള് മാമലക്കണ്ട സ്കൂള് മാത്രമേ ഉള്ളൂ. നമുക്ക് അതൊന്ന് കാണാം. മാമലക്കണ്ട സ്കൂളാണ് സ്വന്തമായിട്ട് വെള്ളച്ചാട്ടമുള്ള സ്കൂള്. ഈ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ദേ കാണുന്ന വെള്ളച്ചാട്ടം കേട്ടോ. അതിപ്പോ വെള്ളം കുറവാണ് അതിനകത്ത്. ദൂരെ കാണുന്ന ഇതാണ് മാമലക്കണ്ട സ്കൂള്. സ്കൂളിലേക്ക് നമ്മുടെ ബസ് നമ്മളിങ്ങനെ കയറ്റി കിട്ടും. ഇവിടെ ഇട്ട് വളയ്ക്കാണ് വളച്ച് നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയാണ്. തിരിച്ച് വേറെ റൂട്ടാ പോകുന്നത്. ഇപ്പൊ ക്ലാസ് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അയ്യോ വെള്ളം ചാറിനെ. ഇതാണ് മാമലക്കണ്ട സ്കൂള്. പിങ്കി എന്നെ അന്വേഷിച്ചത് കേട്ടോ. പിങ്കി ഇവിടെ ഉണ്ട്. വണ്ടി കയറിയിരുന്നോ? ഇത് മാമലക്കണ്ട സ്കൂൾ കേട്ടോ. ഇവിടെ കുറച്ച് ചേട്ടന്മാര് നിക്കുന്നുണ്ട്. ചേട്ടോ, നിങ്ങളുടെ വീടാണോ? നിങ്ങളുടെ വീടാണോ? ഇവിടേക്ക് എന്താ കൃഷി? കപ്പയും കന്നാരയാണ് മെയിൻ അല്ലേ? നിങ്ങൾക്ക് അതിന്റെയൊക്കെയാണ് ജോലി? കാപ്പി കുരുമുളകൊക്കെ. നിങ്ങളുടെ ജോലി അത് തന്നെയാണോ? ഈ കന്നാരയിലും ഏത്? ഈറ്റോട്ട മെയിൻ ഇതല്ലേ? നിങ്ങളുടെ വീടാണോ അതൊക്കെ? ഇവിടെ കുറെ വീട്ടുകാരുണ്ടോ താമസം? 3-4 വീട്ടുകാരുണ്ടല്ലേ? ചേട്ടോ 8 വീട്ടുകാരല്ലേ? ഇല്ല, യൂട്യൂബിൽ ഇടാൻ വേണ്ടിയാണ്. വണ്ടി എല്ലാവരും സ്റ്റാർട്ട് ചെയ്ത് വണ്ടി നിൽക്കാണ്. പൊക്കോട്ടെ, ഇടയ്ക്ക് വരാട്ടെ. ബസ് കോതമംഗലത്ത് വരുന്ന. ഓക്കെ, ബൈ, സി യു. എല്ലാവരും വണ്ടിക്കകത്ത് കയറി നിൽക്കാണ് പോകാൻ വേണ്ടി. ഞാൻ ഓടിപ്പോയി കയറട്ടെ കേട്ടോ. നമ്മള് മാമലക്കണ്ട കഴിഞ്ഞിനി ഇരുമ്പുപാലം അല്ലേട്ടാ? പഴമ്പിളിച്ചാല് പടിക്കപ്പ ഇരുമ്പുപാലം. എന്ത് ഭംഗിയുള്ള സ്ഥലമാണ്. ആരപ്പെട്ട കിടക്കണല്ലേ? അരഞ്ഞു കിടക്കുന്നത്. ഒരു വണ്ടി ഓപ്പോസിറ്റ് വരുന്നുണ്ട് കേട്ടോ. ഒരു വണ്ടി വന്നാൽ നമ്മൾ പിന്നെ റിവേഴ്സ് എടുത്ത് മാറണം. മാമലക്കണ്ടം ബസ്സാണ്. ഇതിലെ ഈ ബസ് റൂട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതിലെ
ഒരു ബസ് റൂട്ടൊക്കെ ഉണ്ട്, ബസ്സൊക്കെ വരുന്നുണ്ട്. ഒരു പഴയൊരു പള്ളി അങ്ങാണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് നടക്കുന്ന കേട്ടോ. ഒളിഞ്ഞിട്ടില്ലേ ചായ? ഒളിഞ്ഞല്ല. ഏതാ? ആ മല നല്ല രസമാണ്. പിന്നെ ഇത് ഏലത്തോട്ടാട്ടോ, ഏലത്തോട്ടം. ആ ഇവിടെ എല്ലാവരും വണ്ടി പോകുമ്പോ എല്ലാവരും കൈ പൊക്കി കാണിക്കലും ഇവിടെ ഉള്ളവർക്ക് ഭയങ്കര സന്തോഷമാണ് ഈ വണ്ടി പോണാണെന്ന്. ഏലത്തോട്ടം കഴിഞ്ഞു. അതിന്റെ ചോട്ടിക്കൂടെ നമ്മൾ പോകുന്ന കേട്ടോ. ആ പാറയുടെ ഭയങ്കര കയറ്റം കയറിക്കൊണ്ടിരിക്കണം. എല്ലാവരും കാഴ്ചകളൊക്കെ കണ്ടിരിക്കണം. ഉറങ്ങണേ ആരുമില്ല, എല്ലാരും കാഴ്ച കണ്ട പിക്നിക് മൂടി തന്നെ എല്ലാരും ഇരിക്കണം. എല്ലാരും ഹാപ്പി. അത് തന്നെ. അടിപൊളി വെള്ളച്ചാട്ടം മേളിൽ കാണണേ. അടിപൊളി വെള്ളച്ചാട്ടം. ആ തുഞ്ചത്തു ഒഴുകി വന്നോണ്ടാണ്. ഇത് ഇരുമ്പ് പാലാണ്, ഇരുമ്പ് പാലം. അത് കോതമംഗലത്ത് നിന്ന് വരുന്ന മെയിൻ റോഡ്. നമ്മൾ ഈ ഇരുമ്പുപാലം റൂട്ടിൽ വന്ന് കയറി, ഇരുമ്പുപാലത്താണ് വന്ന് കയറണേ. ഇനി ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ നേരെ മൂന്നാർ. നമ്മൾ അടിമാലി എത്തിയിട്ട് അടിമാലി ടൗൺ എത്തി. അപ്പൊ നമ്മള് അടിമാലിലെത്തി. അടിമാലി ടൗണിൽ നമുക്ക് ഫുഡ് അറേഞ്ച് ചെയ്തേക്കുന്നു. ഒക്കെ ട്രാൻസ്പോർട്ട് ബസ് അവര് തന്നെയാണ് എല്ലാം അറേഞ്ച് ചെയ്തത്. നമ്മള് പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. 500 രൂപ 550 രൂപ പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഫുഡെല്ലാം ഉൾപ്പെടെയാണ്. ഈ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കേരളം അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പൊ അത് പോയി സഫേർ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് അറേഞ്ച് ചെയ്തേക്കണേ. നമുക്ക് അവിടെ പോയി ഫുഡ് കഴിക്കാം. അടിമാലി ടൗണിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അടിമാലി ടൗണാണ്. അടിമാലി ടൗൺ തന്നെയാണ്. അപ്പൊ ഇനി ചെന്ന് ഫുഡാ കഴിക്കാൻ നമുക്ക്. എല്ലാരും കയറിക്കൊണ്ടിരിക്കുക. ഫുഡേയും കയറിക്കൊണ്ടിരിക്കുക. നമുക്ക് കയറാം, ഫുഡാ കഴിക്കാം. ഊണും നല്ല അടിപൊളി മീൻകറിയും അച്ചാറും കറികളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് അടിപൊളി ഫുഡാണ്. എങ്ങനെയുണ്ട് പിങ്കി? കഴിച്ചിട്ട് പറയാം. ഫുഡ് കണ്ടിട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട്? മീൻകറിയൊക്കെ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ചേച്ചി മീൻകറിയൊക്കെ? അടിപൊളിയല്ലേ? നല്ല ഊണല്ലേ? സൂപ്പർ ഊണല്ലേ? അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു. അടിമാലിന്ന് വീണ്ടും യാത്ര തുടങ്ങി. ഫുഡൊക്കെ അടിപൊളി ഫുഡൊക്കെ ആയിട്ടോ. ഇവിടെ നല്ല അടിപൊളി മീൻകറിയും സ്പെഷ്യലൊക്കെ ഉണ്ട്. സ്പെഷ്യൽ കൂട്ടി നല്ല ഫുഡൊക്കെ ആയിരുന്നു. അപ്പൊ ഇനി നമ്മൾ ജൈത്രയാത്ര വീണ്ടും തുടങ്ങാം. എല്ലാവരും ഊണൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണേ. ഇപ്പൊ കല്ലാറായി സ്ഥലം, കല്ലാറ്. ഇനി കല്ലാറിന് നമ്മൾ ലെഫ്റ്റ് തിരിയും. കല്ലാറാട്ടെ, കല്ലാറ് ഇവിടെ. നമ്മളിപ്പോ കല്ലാർ റൂട്ടാണിത്. ഇവിടുന്ന് ലെഫ്റ്റ് കയറി ചെറിയൊരു പോക്കറ്റ് റോഡാണ് നമ്മളിനി കയറുന്നത്. ചെറിയൊരു റോഡ് ഈ വഴിക്ക് കയറി പോകണം. കല്ലാറിന്ന് ലെഫ്റ്റ്. മാങ്കുളം 17 കിലോമീറ്റർ കല്ലാറ്. മാങ്കുളം 17 കിലോമീറ്റർ. ഇതുപോലുള്ള വളവുകളാണ് വണ്ടി കയറുന്നത്. ഇപ്പൊ ലോഡ് വണ്ടി കയറിയിട്ട് വണ്ടി റിവേഴ്സ് വയ്ക്കണം. നമ്മുടെ ഡ്രൈവർ കൊള്ളാം. ഇവിടെ ഫുള്ള് ഏല കൃഷിയാട്ടോ. ഏലക്കയാണ്, ഫുള്ള് ഏല. എവിടെ നോക്കിയാലും ഏലത്തിന്റെ കൃഷിയാണ്. ഇതൊക്കെ ഏലാണ് നിൽക്കുന്നത്.
ഏല നമുക്കുള്ള രസകരമായ യാത്ര എന്ന് പറയുമ്പോൾ അതെ ഏലം, ഏലത്തോട്ടത്തിന്റെ ഉള്ളിലൂടെയുള്ള യാത്രയാണ് കേട്ടോ. ഏലത്തോട്ടത്തിന്റെ ഉള്ളിലൂടെയുള്ള യാത്ര ഒരു പ്രത്യേക ഒരു കുളിർമയല്ലേ പോകുമേ. തണുപ്പായി തുടങ്ങി. ഇതൊക്കെ ഏലാണ്. ഏലത്തിന് തണല് വേണമെന്ന്, അതുകൊണ്ടാണ് മരങ്ങളുടെ ഇടയ്ക്കിലൊക്കെ ഏലം വെച്ചു പിടിച്ചത്. ഏലാണ് ഏലം. ഏലകൃഷിയാണ്, ഏലകൃഷി ഫുള്ള് ഏലകൃഷിയാണ്. മലയ്ക്ക് മേളിലേക്ക് നോക്കി എല്ലാ ഏലം. വണ്ടി പോകുന്ന റോഡിൽ ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടിട്ട് വണ്ടി നിർത്തി എല്ലാവരും ഇറങ്ങിക്ക കേട്ടോ. എല്ലാവരും വണ്ടി നിർത്തി ഇറങ്ങി. ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളച്ചാട്ടം ഒന്നല്ല, വലിയൊരു വെള്ളം ഒഴുക്കാണ്. നാളെ മലയണ്ണാനെ കാണിച്ചു തരാം കേട്ടോ. മലയണ്ണാന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. മലയണ്ണാനെ കാണിച്ചു തരാം. മലയണ്ണാനാട്ടോ അത്, മലയണ്ണൻ. നല്ല തണുത്ത കാറ്റ്. ഓ തണുപ്പങ്ങോട്ട് തുടങ്ങിയിട്ടല്ലേ. എ സി ഓഫ് ചെയ്യട്ടോ ഡ്രൈവർ കേട്ടോ. എ സി ഓഫ് ചെയ്യ. പിങ്കി ഈ ഏലത്തോട്ടം കണ്ടിട്ട് എന്ത് പറഞ്ഞോടി? ഏലത്തോട്ടം അത്ര സെറ്റപ്പല്ലേ? എന്തായാലും അടിപൊളിയാവണം. എന്നെ സെറ്റപ്പ. മാങ്കുളം തേയിലത്തോട്ടം എത്തിട്ടോ. മാങ്കുളം തേയിലത്തോട്ടം. അവിടെ റിസോർട്ടുകളൊക്കെ ഉണ്ടോ മേളില്? ഈ നമ്മുടെ ആനവണ്ടി കയറിയിരുന്ന് ഇങ്ങനെ തേയിലത്തോട്ടത്തിങ്ങനെ പോകുമ്പോ കിട്ടുന്ന ഒരു രസമുണ്ടല്ലോ. അതൊരു വേറൊരു രസമാണ്. വേറെ ലെവലാണ്. ചേട്ടൻ റൂട്ട് ആദ്യമായിട്ടാണ് കണ്ടുപിടിക്കാൻ? ഈ റൂട്ട് കാർമുണ്ടൊന്നുണ്ട്. നമ്മുടെ സ്വന്തം മുതലും കൂടെ ആദ്യമായിട്ട്. നല്ല വളവുകൾ പറഞ്ഞ് ഇറങ്ങും. അങ്ങോട്ടിയാ തിരിച്ചോടിക്കുക. ഈ കാഴ്ചകളൊക്കെ എല്ലാവരും നേരിട്ടൊന്ന് കണ്ടാലായിട്ട് അതിന്റെ ആ ഒരു സുഖം അനുഭവിക്കാൻ പറ്റുള്ളൂ. നേരിട്ട് കാണാൻ പറ്റാത്തൊരു വീഡിയോ മൊത്തം സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ മൊത്തം കാണാം. നമ്മൾ തിരിച്ചു തന്നെ വരും. ഇത് നേരെ മാങ്കുളം പോയിട്ട് തിരിച്ചു വരും. അപ്പൊ നമ്മൾ മാങ്കുളത്തിന് ഇവിടെ നേരെ പോകും. അതിന് നമ്മൾ തിരിച്ചു വരും. അതിന് എസ്റ്റേറ്റ് വഴി ആ വഴി കയറി പോകും. അപ്പൊ നമ്മൾ മാങ്കുളം എത്തി. മാങ്കുളം വാട്ടർഫോൾസ് ഉണ്ട് ഇവിടെ. അതൊന്ന് കണ്ടിട്ട് വരാം. അപ്പൊ ഒരു 10-15 മിനിറ്റ് അവിടെ സമയം തന്നിട്ടുള്ളൂ. വേഗത്തിൽ വണ്ടി കയറണം. ടൈമൊക്കെ ഇച്ചിരി വൈകി. അപ്പൊ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക അല്ലേ? ഇതിലൊരു വഴികൂടെ എങ്ങനെ ഇറങ്ങിയാ നടന്നു പോണേ കേട്ടോ. സാറേ ഒന്നുകൂടെ നോക്കിയേ. ഇത് വെള്ളച്ചാട്ടാണ്. അപ്പൊ ഇതിങ്ങനെ ഇതിന്റെ ഉള്ളിൽ എങ്ങനെ നടന്ന് പോണം നോക്കാം. നല്ല കുത്തനെ ഇറക്കാണ്. ഇനി ഇത്ര ഗംഭീര സ്ഥലത്ത് അടുത്ത കാലത്ത് അങ്ങനെ വന്നിട്ടുണ്ടോ? ഞാൻ കുറെ കാലങ്ങളായിട്ട് ഇത്ര നല്ലൊരു ഗംഭീര സ്ഥലത്ത് വന്നിട്ടില്ല കേട്ടോ. ഇത് നല്ല അടിപൊളി വ്യൂ ആണ്. ഒരു വാട്ടർഫോൾസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു വർദ്ധ വരുന്ന ഒരു അടിപൊളി സ്ഥലം. പ്രത്യേക മനോഹാരിതയാണിത്. അതിന്റെ പുക പറക്കണോ എന്താ ചെയ്ത് ഈ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സ്പ്രേ കണ്ടോ? വാട്ടർ സ്പ്രേ അടിക്കണോ?
ഈ വെള്ളച്ചാട്ടം നല്ല രസമല്ലേ? ഇവിടുന്ന് നേരെ താഴത്തേക്ക് നോക്കിയേ, അതിരപ്പിള്ളി വെള്ളച്ചാട്ടം അതിന് സെറ്റപ്പാന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര കറുത്താണ്. ഇപ്പൊ എല്ലാവരും മേളിൽ നിൽക്കുക. താഴത്തേക്ക് ഇറങ്ങാൻ ഇച്ചിരി പ്രയാസമായതുകൊണ്ട് എല്ലാവരും മേളിൽ തന്നെ നിൽക്കണേ. താഴേക്ക് വരുമ്പോൾ കാഴ്ച ഉണ്ടോ? എല്ലാവർക്കും ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. താഴത്തേക്കുണ്ടോ എന്താ സ്റ്റൈലെന്ന് നോക്കിയേ. ശരിക്കും മാങ്കുളം, ഈ സ്ഥലം മാങ്കുളമാണെങ്കിലും ഈ വാട്ടർഫോൾസിന്റെ പേര് പെരുമ്പൻകുത്ത് എന്നാണ്. പെരുമ്പൻകുത്ത് വാട്ടർഫോൾസ് ആണ്. പെരുമ്പൻകുത്ത് വാട്ടർഫോൾസ് അത് തന്നെ. മാങ്കുളത്തുള്ള പെരുമ്പൻകുത്ത് വാട്ടർഫോൾസ് ആണ് കേട്ടോ. നമ്മുടെ ആൾക്കാരോട് ബസ്സിലടിച്ചു തുടങ്ങി. നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ പെരുമ്പൻകുത്ത് വാട്ടർഫോൾസ് കണ്ട് ഞങ്ങൾ തിരിച്ചു കയറാണ് അല്ലേ? എങ്ങനെയുണ്ടാവും പെരുമ്പൻകുത്ത് വാട്ടർഫോൾസ്? വെള്ളം ഭയങ്കരമായിട്ട് സ്പ്രേ ചെയ്ത് ഇങ്ങോട്ട് വരിക. ഈ ഒരു അനുഭൂതി വേറെ ഒരു സ്ഥലത്ത് കിട്ടില്ല കേട്ടോ. ഭയങ്കര സെറ്റപ്പ്. അതായത് ഇവിടെ നമ്മൾ ഓൾറെഡി വെള്ളം ചാടുന്ന കാണാൻ സാധിക്കും. അതിന്റെ വ്യൂ അപ്പുറത്ത് അങ്ങനെ നമുക്ക് പോകാൻ പറ്റില്ല. ഭയങ്കര തെന്നലും ആലോചിക്കുക. ഇതിന്റെ താഴത്തേക്ക് നമ്മൾ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഈ വെള്ളം ഫുള്ള് പോയി ജമ്പ് ചെയ്യുന്ന വലിയ സംഭവം കാണാൻ പറ്റും. അല്ല, അടിപൊളിയ സംഭവം. നമുക്കിത് തിരിച്ച് വണ്ടിയിലേക്ക് കയറാം. എന്തേ ക്ഷീണിച്ചോ? ചെറുതായിട്ട് ക്ഷീണിച്ചു എന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല. മല കയറി ക്ഷീണിക്കുന്നു നമ്മൾ പോകാണ്ടിരുന്നാൽ അങ്ങനെ ഒരു സൂപ്പർ ഒരു അടിപൊളി സംഭവമായിരുന്നു. അത് മിസ്സായോ? എന്തായാലും കഷ്ടപ്പെട്ടിട്ടാണ് ഇച്ചിരി ബുദ്ധിമുട്ടുകളും താഴെ ചെന്നപ്പോ ആ ബുദ്ധിമുട്ടും എല്ലാം മാറി. നല്ല കയറ്റാർന്നേ. കയറ്റം കയറി ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല. സംഗതി അടിപൊളി. അങ്ങനെ ജംഗിൾ സഫാരി. ഞങ്ങൾ പകുതി റോഡിൽ നിൽക്കാണ്. അപ്പൊ ഞങ്ങൾ മാങ്കുളം ജംഗ്ഷനിലേക്ക് വന്നു. ഇനി ചെറിയൊരു ചായ കുടിച്ചിട്ട് പോകാന്ന് പറഞ്ഞിട്ട് വണ്ടി നിർത്തി എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പോയുള്ള ഒരു ചായ കുടിച്ചിട്ട് വരാം. പോയിട്ട് വരാം കേട്ടോ. നമ്മുടെ ലക്ഷ്മി എസ്റ്റേറ്റിലാണ് ഇപ്പൊ നിൽക്കുന്നത് കേട്ടോ. ലക്ഷ്മി എസ്റ്റേറ്റിലൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു അപാര ഷോ ആണ് ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത്. അതുപോലെ ഇതിനകത്ത് നിൽക്കുന്നത് ഓറഞ്ച് തേയിലയുടെ ഇടയൊക്കെ നിൽക്കുന്നത് കംപ്ലീറ്റ് ഓറഞ്ച് ചെടികളാട്ടോ. ലക്ഷ്മി എസ്റ്റേറ്റ് ആണ്. ലക്ഷ്മി എസ്റ്റേറ്റ് ആണ്. ലക്ഷ്മി അല്ലാട്ടോ ശരിക്കും ലക്ഷ്മി എന്നാണ് ശരിക്കും എസ്റ്റേറ്റിന്റെ പേര്. എല്ലാവരും ലക്ഷ്മി ലക്ഷ്മി എന്നാണ് പറയുന്നത്. ലക്ഷ്മി എന്നാണ് ശരിക്കും അതിന്റെ നെയിം എന്നാണ് നമ്മുടെ ഡ്രൈവറേട്ടൻ പറഞ്ഞത്. ലക്ഷ്മി എന്നാണ്. നിൽക്കുന്നത് ആ ഓറഞ്ച് ചെടിയാട്ടോ. ഇതൊക്കെ ഓറഞ്ചാണ്. ഓറഞ്ചിനകത്ത് ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത് മനോഹരമായ സ്ഥലമാണ് കേട്ടോ. ഇപ്പൊ എല്ലാവരും ലക്ഷ്മി എസ്റ്റേറ്റിന്റെ അകത്തേക്കാണ് ഇപ്പൊ യാത്ര ചെയ്തുകൊണ്ടിരിക്കണേ. നമ്മുടെ ടീമേഴ്സ് എല്ലാവരും ഉണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. തേയിലത്തോട്ടത്തിന്റെ ഉള്ളിലൂടെ അതിമനോഹരമായ കാഴ്ച കണ്ടുകൊണ്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനോഹാരിത തുള്ളിത്തുളുമ്പുന്ന സ്ഥലാട്ടോ. എന്താ സ്റ്റൈല്. എല്ലാവരും മൊബൈൽ പിടിച്ച് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. കാരണം അത്രയും മനോഹരമായ ഒരു സ്ഥലമാണ്. നിങ്ങൾ എടുക്കുന്നില്ല? ഓക്കെ 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 ഓക്കെ. ഞാൻ എടുക്കുന്നത് സെന്റ് തുടക്കാൻ പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് സെന്റ് തുടക്കാം. നമ്മുടെ ബസ്സാട്ടോ. ബസ് ആകെ വരാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ബസ് കയറ്റം വളവ് വളഞ്ഞിട്ടേ. പോണോ? നമ്മുടെ ബസിന്റെ വരവ് കണ്ടോ?
ഇതൊരു ചെറിയൊരു അമ്പലം ഉണ്ട് കേട്ടോ നമ്മുടെ വഴി സൈഡിൽ തന്നെ. ഒരു ചെറിയൊരു അമ്പലം, ശിവനും പാർവതിയൊക്കെയാന്ന് തോന്നുന്നു. അടുത്തൊരു മനോഹാരിത. വണ്ടി കേറില്ല, വണ്ടി കയറാനായിട്ട് റിവേഴ്സ് എടുത്താ വണ്ടി കയറ്റുന്നതേ. ഇതൊക്കെ ഉണ്ട് ഇവിടുത്തെ മനോഹാരിത ഉണ്ടോ, എന്താ ഭംഗി. വണ്ടി ഒരുപാട് നേരം റിവേഴ്സ് എടുത്തിട്ടോ, കുറെ നേരമായി തുടങ്ങിയിട്ട്. നമ്മളെ വണ്ടിയുടെ ഒരു വരവുണ്ടോ, എന്താ സ്റ്റൈൽ നോക്കിയേ. കുഞ്ഞിതാ, അത് മൂത്തതല്ലായിരിക്കും ചായ. ഒരു ഓറഞ്ച്, ഇതിനകത്ത് ഏലത്തിന്റെ ഉള്ളിലല്ല തേയിലയുടെ ഉള്ളില് ഒരു ഓറഞ്ച് തോട്ടമുണ്ട്. ഓറഞ്ച് ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ഓറഞ്ച് ഈ കിടക്കുന്നുണ്ട്, നമുക്കൊന്ന് പറിച്ചു നോക്കാം. ഇവിടെ കുറെ ടൂറിസ്റ്റുകൾ തന്നെ ഉണ്ടോ. ചേട്ടോ വണക്കം. ആ നിങ്ങക്ക് ഓറഞ്ചാണോ? ഞാൻ ഓറഞ്ച് പറിച്ചു കൊടുന്ന് പഴുത്തതേ ഒരു മഞ്ഞപ്പോ വന്നാണ് ചെറുതായിട്ട്. ഞങ്ങള് താഴെ ഇറങ്ങി ഇതേ അതിനൊന്ന്. ആ ഇത് ക്ഷീണിച്ചു കേട്ടോ, കിടന്നുപോയി. പുൽമെത്ത പോലെ കിടക്കണം കേട്ടോ, ഓരോ ഒറ്റ ഇതില്. നല്ല രസമാണ്. തേനൊക്കെ നുള്ളി നോക്കാം. പക്ഷെ ഇല കേടായിട്ടോ. പ്രത്യേകിച്ച് ഒരു ഇതില്ല. ഇതിനത് ഓറഞ്ച് ചെടിയാ. ഇതേപോലെ ഒരു ഓറഞ്ച്. പിടിച്ചിറങ്ങാട്ടാ. ഓറഞ്ച് പറിക്കാം, ഒരു കുഴപ്പമില്ല. ആവശ്യം പോലെ പുറത്തോട്ടെ പിടിച്ചു നിന്നിട്ട് കഴിക്കേ. ഞാൻ മുകളിലുണ്ട്, ചെരിച്ചു പിടിക്കാം. അത് ചെരിച്ചു പിടിച്ച ചായ പിടിച്ചോട്ടാ. അല്ല അത് വാടിയതാണോ ഒന്നു മുകളിലുള്ളത്. രാജു സാറേ, സ്ഥലം എങ്ങനെയുണ്ട്? എനിക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ. ആ ഇത് നാളെ വരാൻ തോന്നും. അതാ അല്ല സാറിനിപ്പോ സ്ഥിരം വരാലോ, വണ്ടിക്കാരൊന്നും നോക്കണ്ടല്ലോ, ശമ്പളം കിട്ടൂലോ. ഞങ്ങൾക്കായി ജോലി കിട്ടിയായിരുന്നെങ്കിൽ ഞങ്ങള് ഇത് വെച്ച് എത്ര വരുമാനം വരാൻ പോണെന്ന് പറയിക്കില്ല. ഞങ്ങള് കോടികൾ കൊയ്യല്ലേ. യാത്ര പൊതുവെ എല്ലാവർക്കും യാത്രയോട് ഭയങ്കര താല്പര്യമായിട്ടുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ്, ഇത് നാച്ചുറൽ കാര്യങ്ങളല്ലേ. നാച്ചുറൽ കാര്യങ്ങളും. പിന്നെ നമ്മള് നിത്യം കാണുന്ന ഒരു പാത വിട്ടിട്ട് വേറെ പാത പിടിക്കാൻ വ്യത്യാസമുണ്ട്. നമ്മൾ നിത്യം കാണുന്ന ഒരു പാത വിട്ടിട്ട് വേറൊരു പാത, അത് പ്രത്യേകിച്ച് പ്രകൃതി രമണീയമായ ഒരു പാത പിടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ത്രില്ല് തന്നെയാണ്. പിന്നെ ആർക്കും കുറഞ്ഞ ചെലവിൽ വരാം. KSRTC സ്വന്തം വണ്ടി, സർക്കാർ സ്വന്തം വണ്ടിയില്, നമ്മുടെ സ്വന്തം വണ്ടി. എല്ലാ സ്റ്റോപ്പിൽ നിർത്താറുണ്ട്. KSRTC ആരും കുറ്റം പറയുന്നത് വേണ്ട, നല്ല വണ്ടിയാട്ടാ. ഞങ്ങള് എസ്റ്റേറ്റ് ഇതുവരെ ഇറങ്ങില്ല. എസ്റ്റേറ്റ് റൂട്ടിൽ തന്നെ ഇപ്പോഴും ഓർമ്മ, കൊറേ നേരമായിട്ട് ഓർമ്മ തുടങ്ങിയിട്ട്. ഭയങ്കര തണുപ്പാവിടെ, തണുത്ത കാറ്റ് അടിച്ച് വീശിക്കൊണ്ടിരിക്കുക. എന്നാൽ ഒരു കാര്യം പറയാട്ടോ, ഇതൊരു ഭയങ്കര അനുഭവമാട്ടോ. എല്ലാവരും ഇത് ബുക്ക് ചെയ്യാൻ പറ്റും, ബുക്ക് ചെയ്യാം. അല്ലെങ്കിൽ സ്വന്തം വണ്ടിയില് ഞങ്ങളായാലും വണ്ടി എടുത്തോണ്ടില്ല. കാരണം ഇതൊരു വേറൊരു എക്സ്പീരിയൻസ് ആണല്ലോ. നമ്മുടെ ഗവൺമെന്റിന്റെ നമ്മുടെ വണ്ടി നമുക്ക് വേണ്ടി വിട്ടു തന്നേക്കാണ്, നിങ്ങൾ വെക്കോ എന്ന് പറഞ്ഞോണ്ട്. അപ്പൊ അങ്ങനെ പോകുമ്പോ ഒരു പ്രത്യേക ഒരു സുഖം. പൈസ കൊടുക്കണം, നമ്മള് പൈസ കൊടുക്കണ്ടേ. പൈസ 500 രൂപ 550 വെച്ച് കൊടുക്കും, എങ്കിലും നമുക്ക് മുതലാ. അല്ലെങ്കിൽ സർക്കാർ പിടിച്ചെങ്കിലോ 550 വെച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ KSRTC ബസിന്റെ അമരക്കാരനാണ് ഈ നിക്കണേ. രാജീവ് സാറ്. രാജീവ് സാറേ ഇങ്ങോട്ട് നോക്ക്. രാജീവ് സാറേ എന്താ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവരോട് പറയാനുള്ളേ? യാത്രക്കാരെ ഈ വന്നിരിക്കുന്ന ആൾക്കാരെ സംതൃപ്തരാണെന്ന് അറിയണം. ആ അതാണ് നമുക്കറിയുന്നത്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ഊർജ്ജസ്വലത്തോടെ വീണ്ടും തുടങ്ങും. വീണ്ടും ഊർജ്ജസ്വലമായിട്ട് വീണ്ടും തുടങ്ങും. എണ്ണം കൂട്ടും, നമ്മള് കലക്കും, പൊളിച്ചടക്കും. അപ്പൊ എന്തായാലും ഒരു കാര്യം പറയാം, ഇവിടെ എന്തായാലും നിങ്ങൾ ഭയങ്കര സപ്പോർട്ടീവ്. അത് തന്നെയാണ് ഈ ടൂറ്, ഈ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാൻ വരുന്നവരുടെ ഒരു ഊർജം.
വണ്ടി കയറാൻ വളരെ പ്രയാസം. അപ്പൊ നമ്മുടെ രാജീവ് സാർ അവിടെ ഇരുന്ന മരക്കുറ്റിയൊക്കെ എടുത്ത് അവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ചാടിക്കടന്ന് പോന്നു, ചാടിക്കടന്ന്. ഇതൊരു തേയില ഫാക്ടറി ആയിരുന്നു കേട്ടോ. ലക്ഷ്മിയുടെ അല്ല, ലക്ഷ്മി. എന്താ സ്റ്റൈല്, ഒരാൾ നോക്കിയിരിക്കണുണ്ടോ? എന്താ സ്റ്റൈല്. പ്രത്യേകത എല്ലാ ചെടികളും പൂത്ത് നിൽക്കുന്നുണ്ട്. പൂക്കാന്ന് പറഞ്ഞാൽ നിറയെ പൂവുണ്ടായി കിടക്കുന്നുണ്ടോ? എന്ത് മനോഹാരിത നീക്കി. ലൈറ്റൊക്കെ പോയി തരുന്നു. താഴേക്കടെ ഒക്കെ അതെ, പൂക്കളാടെ ശരിക്കും പൂക്കളെല്ലാം ശരിക്കും വിരിഞ്ഞു നിൽക്കാണ്. നമ്മുടെ ഡ്രൈവേഴ്സിന്റെ ഒക്കെ ഒരു അവസ്ഥ ഉണ്ടോ? വണ്ടിയൊക്കെ ചെറിയൊരു പാലത്തിയുടെ വണ്ടി കയറണം. പോട്ടെ പോട്ടെ പോട്ടെ. പോരെ പോരെ. പാലത്തിന്റെ മേലേക്കിട്ടാ വണ്ടി നിക്കണേ. സാഹസിക യാത്രകളാട്ടോ, സാഹസിക യാത്രകള്. പാലത്തിന് മേലേക്കിടെ. നമ്മളിപ്പോ മൂന്നാർ ടൗൺ എത്തിയിട്ടോ. മൂന്നാർ ടൗൺ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാർ ടൗൺ ആട്ടോ. മൂന്നാർ ടൗണിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതന്നെ റെഡിമെയ്ഡ് ടാറിങ് ആട്ടോ. റെഡിമെയ്ഡ് കടലാസ് കൂടിൽ കെട്ടിക്കൊടുത്തിട്ട് ടാറിങ്. നമുക്ക് എന്താ ടെക്നോളജിയുടെ ഒരു വളർച്ച. അപ്പൊ നമ്മുടെ യാത്ര പോയി വന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അടിപൊളിയാണോ? അപ്പോഴേ ട്രിപ്പ് അടിപൊളിയായിരുന്നു. ഇത്ര എൻജോയ്മെന്റ് ആക്കി തന്ന കമ്പനി ആയിട്ട് കൊണ്ടുപോയതിനൊക്കെ ഒരുപാട് താങ്ക് യു. എല്ലാവരും സഹകരിക്കുക. അടിപൊളി ട്രിപ്പായിരിക്കും. അപ്പൊ ഇനി ഞാൻ പറയണ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയും വരുന്ന ആളുകളോട് ഇതുപോലെ തന്നെ എല്ലാവരുമായിട്ട് നല്ല കമ്പനി ആയിട്ട് ഒരു ടൂർ എൻജോയ്മെന്റ് ആയിട്ട് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരണം. ഇപ്പൊ അടിപൊളിയായിരുന്നു. ഇതുപോലെ തന്നെ ആയിരിക്കണേ ഇനി. എങ്ങനെ ആയിരിക്കില്ല ഇനി. ഇതിന് വേറെ സ്റ്റാഫുകൾ വരുമ്പോൾ നമുക്കറിയാം, നമ്മള് കൊണ്ടുപോകുമ്പോ ഇങ്ങനെ തന്നെ ആയിരിക്കും. അടിപൊളിയായിരിക്കും. അത്രയും കേട്ടാ മതി. അപ്പൊ രാജു സാറേ ഒരു കാര്യം ചെയ്യട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെയുള്ള ട്രിപ്പ്? നിങ്ങളുടെ ട്രിപ്പ് അടിപൊളി. അടിപൊളി അടിപൊളിയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. ഞങ്ങളുടെ വന്നതിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. നല്ല സഹകരണമായിരുന്നു. എന്തായാലും ഞങ്ങൾക്കും പറയാനുണ്ട്. കാരണം ഇത് അടിപൊളിയായിരുന്നു ഇത് ട്രിപ്പ്. എന്തായാലും ഇത് കണ്ടിരിക്കുന്നവരും എല്ലാവരും നിവൃത്തിയുള്ള ആളുകൾ ഈ ട്രിപ്പിന് പോകാൻ പങ്കാളിയാവാൻ ശ്രമിക്കുക. കാരണം ഈ നമ്മുടെ ട്രാൻസ്പോർട്ടിൽ ഇങ്ങനത്തെ ഒരു ടൂറായിട്ട് പോണത് നല്ല രസമാണ്. ഇതിനകത്ത് ഇവരോട് ചോദിച്ചാൽ ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു. ആ പാട്ടും കൂത്തും രസമായിരുന്നു. അല്ലേ? അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരുപാട് താങ്ക് യു ഉണ്ട്. ഇങ്ങനത്തെ ഒരു നല്ലൊരു അവസരം ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നതിനും പോകാൻ പറ്റിയതിനും ഒക്കെ. ഞങ്ങള് എന്തായാലും ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു. എല്ലാവരോടും ഞാൻ അഭിപ്രായങ്ങൾ ചോദിച്ചിരുന്നു. എല്ലാവരും പറഞ്ഞു എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. എന്തായാലും അടിപൊളിയായിരുന്നു. ഡ്രൈവർ ചേട്ടന്റെ പെർഫോമൻസ്. വണ്ടിയൊക്കെ മറ്റേ കലങ്ങിന്റെ മേലേക്കിടയിൽ ഓടിക്കും. കലങ്കയില് മുട്ടാണ്ട് കലങ്ങിന്റെ മേലേക്കിടെ കേടുപാട് സംഭവിക്കാണ്ട് അതൊക്കെ ഒരു ആകെ വീഡിയോ പിടിച്ചു വെച്ചാണ്ട്. അപ്പൊ ആയിക്കോട്ടെ പിങ്കി. ഓക്കെ അല്ലേ? അപ്പൊ ഓക്കെ, താങ്ക് യു കേട്ടോ. താങ്ക് യു. ഓക്കെ. അപ്പൊ ഞങ്ങള് കോതമംഗലം സ്റ്റാൻഡിലെത്തി. നമ്മുടെ സഫാരി ഇവിടെ അവസാനിച്ചു. 8:45 ടൈം. അപ്പൊ ആ സമയത്താണ് ഇവിടെ എത്തിയത് കേട്ടോ. അപ്പൊ ഓക്കെ, എല്ലാവർക്കും നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ഒപ്പം സാറാണെങ്കിലും നമ്മുടെ ഒപ്പം തന്നെ നിന്നു. നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. എല്ലാ കാര്യങ്ങളും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ ചങ്കായിട്ട് തന്നെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു അവര്. അപ്പൊ അങ്ങനെ കൂടെ നിൽക്കുമ്പോൾ നമുക്കതൊരു സപ്പോർട്ടാണ്. ഒരു എൻജോയ്മെന്റ് ആണല്ലോ ഒരു ടൂറ്, ഒരു പിക്നിക് ഒക്കെ പോവാന്ന് പറഞ്ഞാൽ അതൊരു സപ്പോർട്ട് എല്ലാം ഉണ്ടെങ്കിലാണല്ലോ ഒരു രസമുള്ളൂ. പിന്നെ ഈ ട്രാൻസ്പോർട്ടിലൊക്കെ പോവാന്ന് പറഞ്ഞാൽ അത് വേറൊരു രസമാണ്. അപ്പൊ ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ എല്ലാവരും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരായിരിക്കും. എല്ലാവർക്കും ഒരു ഗുഡ് ബൈ. ഗുഡ് ബൈ.